പുകമുറയിൽ വർഷങ്ങളോളം ഒരു രാഷ്ട്രീയ നേതാവിന് വേട്ടയാടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറൊരു രാഷ്ട്രീയ നേതാവിനും അതുപോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയ ഭീകരത അല്ലെങ്കിൽ ഭരണകൂട ഭീകരത അത് സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രക്തരൂഷിതമായിട്ടുള്ള സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് ഈ കോടതിയും പോലീസും ED-യും SFI ഒന്നും കാണിച്ച് ഉമ്മാക്കി കാണിച്ചാൽ ഇവിടുത്തെ CPM-കാരനെ പേടിപ്പിക്കാവുന്ന ഇടതുപക്ഷ പാർട്ടികളെ പേടിപ്പിക്കാവുന്ന ഒന്നും ആരും കരുതുകയും വേണ്ട. ഇതിനേക്കാളും വലിയ അടിയന്തരാവസ്ഥയും ഇതിനേക്കാളും വലിയ ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ ചൈനക്കാരന്മാരെന്ന് പറഞ്ഞ് വിളിക്കുകയും ഇതിനെയൊക്കെ അതിജീവിച്ച് വന്നു. പക്ഷെ ഞാൻ ആധാരമാക്കുന്നത് ഈ കേന്ദ്ര ഏജൻസി കണ്ടെത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളാണ്. അല്ലല്ല, എനിക്കതിനകത്ത് കൃത്യമായിട്ടും ഈ SFIOയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വിശ്വാസത്തിലെടുക്കുവാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നത്. കാരണം ഇത് വീണ വിജയനിൽ നിന്നും തെളിവ് ശേഖരിച്ചതിന് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. CMR-ൽ നിന്നും തെളിവ് ശേഖരിച്ചതിന് ശേഷം കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമായിട്ട് വന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് സംശയം വരുന്നു, ഒരു സേവനവും നൽകാതെ എങ്ങനെയാണ് ഇത്രയും തുക നൽകിയതെന്ന്. അതുമാത്രമല്ല, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമുണ്ട്. കാരണം ചില സർവീസുകൾ അല്ലെ മൈക്രോസോഫ്റ്റുമായിട്ട് നടത്തിയ കമ്മ്യൂണിക്കേഷൻ